അല്ലെങ്കിൽ നമ്മൾ റഗനോർക്കിൻ്റെ വീക്ക് 3 പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ സ്റ്റാർ പാസിലെ ഈ ലാസ്റ്റ് റിവാർഡാണ്. കാര്യം പറയുമ്പോൾ ഈ റഗ്നോർക്കിൽ എനിക്ക് ഹയസ്റ്റ് കിട്ടിയത് 108 109 പോലും തന്നില്ല ഗെയ്സ്. ഓക്കെ, നമ്മുടെ അടുത്ത് ആകെ 10,000 ജെമ്മേ ഉള്ളൂ ഗെയ്സ്. ഇപ്പം ജെമ്മിന് ഭയങ്കര ക്ഷാമമാണ്. കാരണം നമ്മൾ ഡെയിലി 3K ജെമ്മി അത് തുറക്കുന്നുണ്ട്. സോ ഇതിനകത്ത് അങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറില്ല. ഇത് ജസ്റ്റ് നമ്മളുടെ ഗ്രൂപ്പ് ലീഡർ ബോർഡ്, അതാണ് നമ്മുടെ ലീഗിൻ്റെ ലീഡർ ബോർഡ് റിവാർഡാണ്. ഓക്കെ, നമ്മളെ നോക്കുവാണെങ്കിൽ ജിനോള, ബെർക്യാമ്പ്, ഓക്കെ ടൂറയുണ്ട്, നെഡ്വുഡിൻ്റെ കാർഡൊക്കെ ഉണ്ട്. സോ കിടിലം കാർഡ്സൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആരെയും കിട്ടാൻ പോകുന്നില്ല, നമുക്ക് അറിയാം. എങ്ങാനൊരു സർപ്രൈസ് തന്നാൽ മതി. ഓക്കെ, ആൻഡ് ഓക്കെ സെർബിയ ലെഫ്റ്റ് മിഡ് 104 പ്ലെയറാണ്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് നമ്മളെ അൺലിമിറ്റഡ് ബണ്ടിൽ ഓപ്പൺ ചെയ്യുന്നതിന് കാരണം 3K ജെമ്മിന് നല്ല ലക്ക് ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിനകത്തുനിന്ന് നമുക്കൊരു ആവറേജ് പ്ലെയർ കിട്ടുന്നെങ്കിൽ നമ്മൾ കുറച്ച് ട്രിക്കൊക്കെ ചെയ്തിട്ട് 3K ജെമ്മിൻ്റെ ബാക്ക് ഓപ്പണിംഗ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 107 108 കിട്ടും. ഈ ജർമ്മനി സെൻറ്റർ ബാക്ക് ഐസാണ്. ഈ ചെങ്ങായിനെ ആണ് ഏറ്റവും കൂടുതൽ ഈ ഈവൻറ്റ് കണ്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അതിനെ കുറച്ച് ട്രിക്ക് ചെയ്യാം. ട്രിക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ OVR കുറയ്ക്കാനാണ്. ഇപ്പോൾ കറൻലി 113 OVR ആണ് ഗെയ്സ്. നമുക്ക് നല്ലൊരു സെൻറ്റർ മിഡിനെ വേണം. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക്, സെൻറ്റർ ബാക്ക്. ഗെയ്സ് നിങ്ങൾക്ക് അങ്ങനെ ഈ റഗനോർക്ക് ഇവൻറ്റിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാർഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്തേക്കാം. നമുക്ക് വലിയ ഷാർട്സ് ഒന്നുമില്ല, ഒരു 1000 ഷാർട്സ് മാക്സിമം ഉണ്ടാവും. ഓക്കെ, എന്നാലും നമുക്ക് 3K ജെമ്മിൻ്റെ ഓപ്പൺ ചെയ്യാം ഗെയ്സ്. എങ്ങാനൊരു 109 ഉഭയമയാങ്ങോ അല്ലെങ്കിൽ ആരിലൊക്കെ കിട്ടിയാലോ. ക്യാമിനൊന്നും കിട്ടാൻ പോകുന്നില്ല കാര്യം. എന്നാലും നമുക്ക് 2-3 ഗ്ലിച്ചൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ചിനോളയുടെ കാർഡ് കുറേ പേര് എക്സ്ചേഞ്ച് അടിച്ചെടുത്തു. കാരണം നമുക്കത്ര ഷാർട്സ് ഒന്നുമില്ല എക്സ്ചേഞ്ച് അടിക്കാൻ. നമുക്ക് കുറച്ചധികം ചേഞ്ചസ് സ്കോഡിൽ കൊണ്ടുവരാനും ഉണ്ട്. സോ മേ ബി ഞാനൊരു കിടിലൻ കാർഡ് എടുക്കാൻ ചാൻസ് കുറവാണ്. എൻ്റെ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ കോൾ പാമർ എടുക്കാനായിരുന്നു. ബട്ട് നമുക്കിപ്പോൾ ഡിമേരിയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് റൈറ്റ് ബാക്ക്, സെൻറ്റർ ബാക്ക് ഇതൊക്കെ അത്യാവശ്യമാണ്. ഓക്കെ, ആൻഡ് നമ്മളെ ലക്ക് അനുസരിച്ചിരിക്കും ഗെയ്സ്. ഇനിയുള്ള ലക്ക് അനുസരിച്ചിരിക്കും പ്ലേയേഴ്സിന് എടുക്കുന്നത്. 1000 ഷാർട്സ് ഇപ്പോൾ ഇല്ല ഗെയ്സ്. കാരണം 1000 ഷാർട്സ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 800-ന് മേളേ ഉള്ളൂ. ഇപ്പോൾ ഒരു 200 ഷാർട്സും കൂടി ഈ വീക്കിൽ റെഡിയാക്കണം. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്തിട്ട് പുതിയ കാർഡ്സൊന്നും കാണുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം ഗെയ്സ്. ഓക്കെ, പാമറിൻ്റെ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള കാർഡ് ഒന്നും കാണുന്നില്ല ഗെയ്സ്. മുമ്പത്തെ വീക്കിലെ കാർഡ്സാണ് ഇപ്പോൾ കറൻറ്റ്ലി കാണുന്നത്. ബട്ട് നമ്മളെ റെക്കമെൻഡ് ടാബിൽ ജിനോളേൻ്റെ കാർഡ് കിടപ്പുണ്ടായിരുന്നു. അറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല ഗെയ്സ്. സോ നമുക്കെന്തായാലും നമ്മളെ 3K ജെമ്മിനെ പാക്കിലോട്ട് കിടക്കാം. ഗെയ്സ്, നിങ്ങളെ ലക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നമുക്ക് നോക്കാം ഗെയ്സ്. പറ്റിച്ചിട്ടുണ്ട് എന്തായാലും. വെയിൽസിൽ നിന്ന് ആരാ ഉള്ളത് ഇപ്പം? 105 106 എച്ചാതി തേപ്പ് ഗെയ്സ്. 105-ൻ്റെ പ്ലെയറൊക്കെ. സോ നമുക്ക് ചാമ്പ്യൻ പിക്ക് ഞാൻ കുറേ ഓപ്പണിങ് എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാൻ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് എന്തായാലും ചെൽസീന് വന്നുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യാം ഗെയ്സ്. നമ്മളുടെ ഹാൾ ഓഫ് ലെജൻസ് പോട്ടെ, നമ്മളെ റഗനോർക്കിൻ്റെ വോക്കൗട്ട് കണ്ട ഉറപ്പിച്ചത് പാമറാണ്. എങ്ങനെയെങ്കിലും കേസ് നമുക്കത് കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടിയാൽ പിന്നെ കേസ് അതിൽ പരം സന്തോഷം വേറെ ഇല്ല. ഓക്കെ, കേസ് നമുക്ക് നോക്കാം. വോക്കൗട്ട് ലോഡാവുന്ന എനിക്ക് തോന്നുന്നു. അതെന്തായാലും പാമറിൻ്റെ കാർഡല്ല, മീൻസ് റഗനോർക്ക് ഇവൻ്റ് അല്ല. ഇത് മറ്റേ എന്താ പറയുക, കോൺഫറൻസ് ലീഗിൻ്റെ കാർഡാണ്. ബട്ട് ആരാന്നറിയില്ല. മേ ബി 106-ൻ്റെ പ്ലെയറാണോ പറയാൻ പറ്റില്ല. ഓക്കെ, എൻകുക്കു ആണെന്ന് തോന്നുന്നു. അതെ, 107-ൻ്റെ എൻകുക്കു ആണ്. വലിയ വിഷയമൊന്നുമില്ല, നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാം, അത്ര തന്നെ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, സോ സെക്കൻഡ് അക്കൗണ്ട് കേസ് നമ്മളെന്തായാലും സ്റ്റാൻഡേർഡ് ബാക്ക് ഓപ്പൺ ഇട്ട് 96-ൻ്റെ പ്ലെയറാണ്. സ്റ്റിൽ 100-ൻ്റെ പ്ലെയർ ആണെങ്കിൽ പോലും അത് 15 മില്യണേ കിട്ടുള്ളൂ. ഓക്കെ, സെക്കൻഡ് അക്കൗണ്ടിലും
10,000 തികച്ചില്ല, ഒരു 150 കുറവുണ്ട്. അത് വലിയ വിഷയമൊന്നുമല്ല. നമുക്ക് എന്തായാലും 3K ജമ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് തുടങ്ങാം. സോ നമുക്ക് ഇതിനകത്ത് ആരെ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മളെ ബാക്കപ്പ് ആയിട്ടുള്ള അക്കൗണ്ട്സ്, സെക്കൻഡ് അക്കൗണ്ട്, തേർഡ് അക്കൗണ്ട്, അതിലൊക്കെ സ്കോഡ് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഇതുണ്ടായിരുന്നു മൈൻഡിൽ, ബട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതാരാണ് ഈ മെക്ടോമിനേൻ്റെ കാർഡില്ല, സ്റ്റിൽ 3 ക്ലബ്ബാണ് ബനാനീസ്. പുള്ളിന് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട് എന്തായാലും, കഴിഞ്ഞ വീക്കിൽ 1-2 വട്ടം കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും 2 അൺട്രേഡബിൾ കോട്ടേജ് നമ്മൾ അൺലിമിറ്റഡ് ബണ്ടിൽ ഓപ്പൺ ചെയ്യാനുള്ള ഇതുണ്ട്. സോ ഇതിനകത്ത് ലക്കനുസരിച്ച് നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ വേറെ വല്ല ബാക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് വല്ല ട്രേഡബിൾ പാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റി ചെയ്യാൻ സ്ഥിരം ഇത് തന്നെ ആളെ പറ്റിക്കലാണ്. പിന്നെ ഇറ്റലി കേസ് ആരാണ് സ്ട്രൈക്കർ? 104 105. ഓക്കെ, 104 പ്ലെയറാണ്. 10 ഷാർഡ്, ബട്ട് ഇതിനകത്ത് ഷാർഡ്സും കൊണ്ട് ഒരു കാര്യമില്ല, എക്സ്ചേഞ്ച് അടിക്കാൻ മാത്രം കൊള്ളാം. സോ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നില്ല, നമുക്ക് ഡെയിലി ഓഫർ സീലോട്ട് പോവാം. കിടിലൻ കാർഡ്സ് കിടപ്പുണ്ട്, എല്ലാ കാർഡ്സും ഉണ്ട്, ഡ്രോഗ്ബ എല്ലാവരും ഉണ്ട്. സോ നോക്കാം ഗൈസ്, ഒരു കിടിലൻ W പാക്ക് തന്നെ ആയിരിക്കട്ടെ എന്നൊക്കെ പ്രതീക്ഷിക്കാം. ആൻഡ് ലേറ്റസ്റ്റ് വർക്കൗട്ടാണ്. ഓക്കെ, ഡിഫൈൻഡ് സീസണാണ്. എനിക്കറിയില്ല ഗൈസ് ആരാണോ. 103 പ്ലെയറാണ്, 15 മില്യണോ? ഓക്കെ, 65 മില്യൺ ഉണ്ട്, അതൊക്കെ വർത്താണ് കാര്യം. ഹാപ്പിയാണ് എന്തായാലും. സോ എന്തായാലും ഇതിനകത്ത് ഞാൻ 10,000 ആക്കാമെന്ന് നോക്കിയായിരുന്നു, ബട്ട് നമുക്ക് വെറുതെ ട്രേഡബിൾസ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ജമ്മു കൂട്ടിയിട്ട് നമ്മൾക്ക് എന്താ പറയുക, ചെൽസീൻ്റെ സ്കോഡ് ചെയ്ത പോലെ തന്നെ വേറെ ടീമിൻ്റെ സ്കോഡൊക്കെ ചെയ്യാനുള്ളതാണ്. സോ ഇതിനകത്ത് എന്തായാലും ലീഡർ ബോർഡ് റിവാർഡ് പോട്ടെ. നമ്മളെ ലീഗിൻ്റെ റിവാർഡുണ്ട് 105 തൊട്ട് 111 വരെയുള്ള. നമുക്ക് ആരെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ലക്ക് കിട്ടാൻ വല്ല വഴിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പാക്ക് ചെയ്തിട്ട് ഗൈസ്. ഞാൻ സെൻറ്റർ ബാക്ക് എസ്പാനിയോൾ 108 ആയിരിക്കണേ, 105ൻ്റെ കബ്രേറയാണ് ഗൈസ്. പറ്റിച്ചിട്ടുണ്ട് എന്തായാലും, സങ്കടമൊന്നുമില്ല. ഓക്കെ, എന്നാലും നമ്മൾ തേർഡ് അക്കൗണ്ടിലും കുറച്ചുകൂടി വർത്താണ്, 25 മില്യൺ കിട്ടി. സെക്കൻഡ് അക്കൗണ്ടിലൊക്കെ ബെറ്റർ ലക്കാന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഗെയ്സ് നമ്മളെ 500 ജമ്മുണ്ട് ഗെയ്സ്, ലീഗ് ടൂർണമെൻറ്റ് ജയിച്ചതിൻ്റെ. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഏകദേശം സെയിം തന്നെയാണ്, ഒരു 200. എല്ലാത്തിലും ഗെയ്സ് നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തെന്ന് എനിക്കറിയില്ല, മെയിൻ അക്കൗണ്ടിൽ നിന്ന് നേരെ 200 ജമ്മ് കുറച്ച് സെക്കൻഡ് അക്കൗണ്ടിൽ നിന്ന് നേരെ 200 ജമ്മ് കുറച്ച് തേർഡ് അക്കൗണ്ടിലാണുള്ളത്. അപ്പം അങ്ങനെ കാർഡൊക്കെ കിട്ടില്ലാണോ എന്ന് എനിക്ക് അറിയില്ല ഗെയ്സ്. ലേറ്റസ്റ്റായിട്ട് പുള്ളി എങ്ങോട്ടോ പോയി എന്നൊക്കെ കേട്ടായിരുന്നു. ഓക്കെ, യായ ടൂറേനൊക്കെ കിട്ടിയ ഡബിൾ ആയിരിക്കും. ടൂറേൻ്റെ ലാസ്റ്റ് വന്ന കാർഡ് ഏതാണെന്ന് ഒരു ഓർമ്മയില്ല ഗെയ്സ്. എനിക്ക് തോന്നുന്നത് വിൻ്റർ വണ്ടറിലാണെന്ന് തോന്നുന്നു 105ൻ്റെ ഒരു കാർഡ് വന്നത് ടൂറയുടെ. ഇടയ്ക്കിടയ്ക്ക് ടൂറേൻ്റെ കാർഡും വിയറിൻ്റെ കാർഡൊക്കെ കൊണ്ടുവരുന്നതായിരുന്നു. ഓക്കെ, സ്ഥിരം ഇതെന്തായാലും നമ്മൾ പറ്റിച്ചിട്ടുണ്ട്. 105ൻ്റെ മൂരേനെയാണ് മൂർ. ഓക്കെ, എന്തായാലും വലിയ കാര്യമായിട്ടൊന്നുമില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊന്നും നമുക്ക് ട്രേഡുകൾ ഓപ്പൺ ചെയ്യാം. എങ്ങാനും W പ്ലെയറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. ആൻഡ് ഗൈസ്, നിങ്ങൾ നമ്മൾ സ്ഥിരം 2-3 വീഡിയോയിട്ട് പറയുന്നതാണ്, ഈ വീഡിയോ ഫുള്ള് കണ്ടവരെന്തായാലും ഒന്ന് വൈറ്റ് കേട്ട് കമൻറ്റ് ചെയ്തേക്കുക, എത്ര പേര് ഫുൾ വീഡിയോ കണ്ടെന്ന് അറിയാനാണ്. ഓക്കെ, പറ്റിച്ചിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല.